ഇങ്ങനെ ലോക്കൽ ഒരു നോർമൽ ലിസണേഴ്സിന് നമുക്ക് അവർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. പക്ഷെ അവര് പൊതുവെ കേൾക്കുമ്പോൾ ഉള്ളൊരു പാട്ടായിട്ടും ആ സൗണ്ടായിട്ടും പോകുന്നുള്ള അതാണ് ആൾക്കാർക്ക് നോർമലി ഉള്ള ആൾക്കാർ. പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ ഇവനെന്താണ് ഈ പറയണെന്ന് അങ്ങനെ തോന്നും. അപ്പൊ അത്രേ ഉള്ളൂ. പാട്ട് ആൾക്കാർ കേൾക്കുമ്പോ അത് ആ പാട്ട് നന്നായിരുന്നു. അല്ല ഞാനും അതെ, ദിലീപേട്ടനെ ഏറ്റവും കൂടുതൽ കൂടെ നിക്കണത് അഫ്സൽഖാന്റെ അങ്ങനെ ഇപ്പൊ വെളുവെളുത്തൊരു പെണ്ണ് ഹരിനാരായണ എഴുതി. പുള്ളി പറഞ്ഞ് എഴുത്ത് ഓക്കെ, അത് ആ പാട്ടിന്റെ സിറ്റുവേഷൻ. പക്ഷെ അത് ആ എഴുത്തിനെ അഫ്സൽ അങ്ങനെ പാടി കൊടുത്തതാണ് അതിന്റെ ആ ഒരു പാട്ടിന്റെ ആ ഫിലിമിന്റെ സിറ്റുവേഷന് വേണ്ടിയാണ് ആ പാട്ട് എഴുതിയേക്കുന്നത്. ആ ഒരു കള്ള് കുടിച്ചിട്ടുള്ള പാട്ടാണല്ലോ. പിന്നെ അങ്ങനെ ഓരോ അത് നമ്മളിപ്പോ ഒരു സിംഗറുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് കുറെ. ഇപ്പൊ ഞാൻ ഈ പാട്ട് വെളുവെളുത്തൊരു പെണ്ണ് പാടിയപ്പോ എന്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പൊ വേറൊരു സിംഗറാണ് പാടണമെങ്കിൽ വേറൊരു സ്റ്റൈലിലായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ അതൊരു ശങ്കർ മഹാദേവൻ പറഞ്ഞെങ്കിൽ പുള്ളി പാടുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും അത് വരുന്നത്. അപ്പൊ അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞാല് ചിലപ്പോൾ ആൾക്കാർക്ക് അതെങ്ങനെ മനസ്സിലാവില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. പാടി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ.